നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാരമാണ് കടന്നുപോയത്. വാരത്തിന്റെ തുടക്കത്തിലായിരുന്നു റിസർവ് ബാങ്കിന്റെ വായ്പാ നയം. നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ റിപ്പോ നിരക്കിൽ 0.5% കുറവ് മാത്രമാണ് RBI വരുത്തിയത്. പക്ഷേ മൺസൂൺ മോശമാകും, വളർച്ചാ നിരക്ക് കുറയും തുടങ്ങിയ വിലയിരുത്തലുകൾ വന്നത് വിപണിയിൽ വലിയ തിരിച്ചടിക്കാണ് ഈ വാരം സാക്ഷ്യം വഹിച്ചത്. വലിയ തോതിൽ വിപണി താഴോട്ട് പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും തന്നെ കണ്ടു. ഒപ്പം തന്നെ മാഗി നൂഡിൽസുമായി ബന്ധപ്പെട്ട വിവാദവും വിപണിയെ വളരെ സജീവമായി തന്നെ ഈ വാരം സ്വാധീനിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഹെഡ്ജ് കരിയേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കുചേരുന്നത്. ഭുവനേന്ദ്രൻ, നമുക്ക് ആദ്യം നൂഡിൽസിൽ നിന്ന് തന്നെ തുടങ്ങാം. നെസ്ലെ 6,000 താഴേക്ക്, 6,000 രൂപയ്ക്ക് താഴേക്ക് ഈ ഓഹരിയുടെ വില എത്തി. പിന്നീടും ചെറിയ തോതിൽ റിക്കവറി കണ്ടു. നെസ്ലയുടെ CEO തന്നെ ഇന്ത്യയിലെത്തി കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തു. ഈ സ്റ്റോക്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് ഏകദേശം 1,300 രൂപ 1,400 രൂപയ്ക്ക് അടുത്തുള്ള തിരിച്ചടി സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. നെസ്ലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൽ ഒരു കാര്യം, നെസ്ലയുടെ മാഗി നൂഡിൽസ് പാക്കേജ് ഫുഡിൽ 30% ആണ് നെസ്ലയുടെ റവന്യൂ കോൺട്രിബ്യൂഷൻ ടു ദ കമ്പനി. അപ്പോൾ ഈ ബ്രാൻഡ് നിൽക്കുകയാണെങ്കിൽ റവന്യൂവിൽ 30% ഡ്രോപ്പ് വരും. അത് സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രോഫിറ്റബിലിറ്റി അത് ബാധിക്കും. ആ കറക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഇത് നിരോധിക്കുകയാണ്. ഇപ്പോൾ മാഗി തന്നെ, നെസ്ലെ തന്നെ അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. പുതിയ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയായിരിക്കാം. സെൻട്രൽ ഗവൺമെൻറ് നിരോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും 30% റവന്യൂ ഡ്രോപ്പ് ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകും. അത് തീർച്ചയായിട്ടും നെസ്ലയുടെ പ്രോഫിറ്റിനെ ബാധിക്കും. അതിൻ്റെ കറക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് എനിക്കതൊരു 15-20% അടുത്ത് സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. ഇനിയും അനദർ ഒരു 15% അടുത്ത് സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂ ജസ്റ്റിഫൈ ചെയ്യും. കാരണം ഇവിടെ ഇതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല നിൽക്കുമെന്ന്. കാരണം മറ്റ് പല കമ്പനികളുമുണ്ട്. ഇങ്ങനെ വീണ്ടും പരിശോധനകൾ വരികയാണെങ്കിൽ ഇതൊക്കെ മറ്റ് കമ്പനികളെയും ബാധിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നെസ്ലെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നെഗറ്റീവ് തന്നെയാണ്. ഒരു മാഗി എന്ന് പറയുന്ന നൂഡിൽസിൻ്റെ പേരായി മാറി. നമ്മൾ കോൾഗേറ്റ് എന്ന് പറയുന്ന പോലെ, പേസ്റ്റ് എന്ന് പറയുന്നത് പോലെ അതൊരു നൂഡിൽസിൻ്റെ പേരായി മാറി. അത്രയും വലിയ ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്തൊരു കമ്പനിക്ക് ഇത് വരിക എന്ന് പറയുന്നത് വലിയൊരു തിരിച്ചടിയാണ്. അത് കമ്പനികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ബിസ്ലേരിയൊക്കെ ഇതിനു മുമ്പ് പല എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഇനിയും കുറച്ചുകൂടി ഡൗൺ സൈഡ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. മറ്റ് ബ്രാൻഡ് നൂഡിൽസുകളിലും ഇത്തരം പരിശോധന നടത്തുമെന്നാണ് ഒടുവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇത് പൊതുവെ ഒരു FMCG സെക്ടറിലെ ഇതിൻ്റെ ഒരു പൊതുവെ ഒരു ആഘാതം എന്തായിരിക്കും? FMCGയിൽ ഇപ്പോൾ ITC ഇത് എഫക്ട് ചെയ്യാം. ITC ആണ് അടുത്തൊരു മേജർ പ്ലെയർ. അപ്പോൾ ഇവരെയൊക്കെ ഇത് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് FMCG ഒക്കെ തന്നെ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. ഇപ്പം നെസ്ലയിലടക്കം FMCG നടക്കുന്ന ഈ കറക്ഷൻ ഇൻവെസ്റ്റേഴ്സിന് ഏതൊക്കെ തരത്തിൽ അത് ഗുണമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇൻവെസ്റ്റേഴ്സിനുണ്ടോ? പുതുതായി വരുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു പ്രോഫിറ്റ് ആണോ അതല്ലെങ്കിൽ ഒരു വാല്യൂ ബൈ ആണോ എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പം നെസ്ലയുടെ കേസ് സ്റ്റഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ റവന്യൂ ഡ്രോപ്പ് 30% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആ മാഗി നിരോധിക്കുമ്പോൾ ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ ആ 30% ഡ്രോപ്പ് വരും. ആ കറക്ഷൻ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു അട്രാക്ഷൻ എന്നുള്ളതില്ല. ഇങ്ങനെ വളരെ ഷാർപ്പായി ഫോൾ മേടിച്ചു, എന്നാൽ മാഗിയിൽ പ്രശ്നങ്ങളില്ല, വീണ്ടും അത് തിരിച്ചു വരും എന്നുള്ള ന്യൂസ് വരികയാണെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ട് തിരിച്ച് വരാം. പക്ഷേ ഈ ന്യൂസ് നിലനിൽക്കുന്നിടത്തോളം കാലം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ച് ഒരു നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് പെട്ടെന്ന് വന്നു, അത് ഡിസ്കൗണ്ട് ചെയ്തു, എന്നാൽ അത് ന്യൂസ് ഫെയർ അല്ല, അത് ജെന്യുവിൻ ആണ് എന്ന് തോന്നിയാൽ ചിലപ്പോൾ ഷാർപ്പായിട്ട് സ്റ്റോക്ക് പ്രൈസിൽ മൂവ്മെൻറ്റ് ഉണ്ടാകാം. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ അതല്ല. ഇത് ഓൾറെഡി നിരോധിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം മാർക്കറ്റ് ഷെയർ ഇവർക്ക് പിടിക്കാൻ സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഫർദർ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൺസൂൺ ദുർബലമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ടായിരുന്നു. സ്വാഭാവികമായിട്ടും വിപണിയിൽ വലിയ ചലനമാണ് ഇതുണ്ടാക്കിയത്. നമുക്കറിയാം, MDയുടെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച കേരളത്തിൽ മൺസൂൺ എത്തി. സ്കൈനെറ്റ് പോലുള്ള പ്രൈവറ്റ് ഏജൻസികൾ പറയുന്നു മൺസൂൺ നോർമലായിരിക്കുമെന്ന്. നമ്മുടെ കാലാവസ്ഥാ വകുപ്പാണ് പക്ഷേ ബിലോ നോർമൽ മൺസൂൺ പ്രവചിച്ചത്. എന്തായിരിക്കും വരും ദിവസങ്ങളിൽ ഈ ഒരു ഇമ്പാക്റ്റ്? എല്ലാ സെക്ടറിലും അതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുമുണ്ട്. അത് ഓൾറെഡി ഇപ്പോൾ നമുക്ക് RBIയുടെ റേറ്റ് കട്ട് അല്ല മാർക്കറ്റിനെ ഷാർപ്പായുള്ള ഫോളിലേക്ക് കൊണ്ടുപോയത്. 25 ബേസിസ് പോയിന്റ് മാത്രമേ മാർക്കറ്റ് പ്രതീക്ഷിച്ചുള്ളൂ. എന്നാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു RBIയുടെ റേറ്റ് കട്ടിലുപരി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുടെ സ്പീച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് തന്നെയാണ് മാർക്കറ്റിനെ 8,500 നിന്ന് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫിലേക്ക് പോകാനുള്ള പ്രധാന റീസൺ. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മൺസൂൺ കുറയും, ഇൻഫ്ലേഷൻ കൂടും, GDP മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊരു അനൗൺസ്മെൻറ്റ്. ഒരു കാര്യം മനസ്സിലാക്കുക,
കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൺട്രോളാണ്, ബെറ്റർ GDP ആണ്, ബെറ്റർ ഇൻഫ്ലേഷൻ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഇങ്ങനെയൊരു അനൗൺസ്മെൻറ്റ്. എനിക്ക് തോന്നുന്ന ഒരു വിരോധാഭാസമാണ് ശരിക്കും. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു റീസൺ. ഇപ്പോൾ കാര്യങ്ങൾ കുഴപ്പമില്ല, പക്ഷെ വരാനിരിക്കുന്നത് ഇതിലും മോശമായിരിക്കും എന്ന സൂചനയായിരുന്നു അദ്ദേഹം നൽകിയത്. അതൊരു റീസൺ. ഇപ്പോൾ ഡൊമസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, അതിലുപരി ഗ്രീസ് ഡിഫോൾട്ട് ആകുമെന്നുള്ളൊരു ന്യൂസും ഇതേ സമയത്ത് തന്നെ പുറത്തു വന്നു. ഇതൊക്കെ തന്നെ ഗ്ലോബൽ സിറ്റുവേഷനും മോശമായി, ഡൊമസ്റ്റിക് സിറ്റുവേഷനും ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് മാർക്കറ്റിൽ ഒരു ആക്ഷൻ വന്നതാണ് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഒരു ഫോണിലുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്. ഇപ്പം ഫ്രൈഡേയോട് കൂടി ചെറിയ റിക്കവറി സൈൻ കണ്ടു. മൺസൂൺ വരുന്നു, മൺസൂൺ അത് കേരളത്തിലെത്തി എന്നുള്ളത് ഒരു പോസിറ്റീവായി മാർക്കറ്റ് ഫ്രൈഡേ നല്ലൊരു റിക്കവറി സൈൻ കണ്ടു. എന്നാൽ ക്ലോസിംഗ് സെഷനോട് വീണ്ടും 2 ദിവസത്തെ ഹോളിഡേ ആയിരിക്കാം, വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോകുന്നു. ക്ലോസിംഗ് കുറച്ച് വീക്ക് ക്ലോസിംഗ് തന്നെ സംഭവിച്ചു. ജനറലി മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അത്രത്തോളം പോസിറ്റീവ് അല്ല. കാരണം 1-2 ഗ്ലോബലി നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ യൂറോപ്പ് ക്രൈസിസ്, ഗ്രീസിനെ കുറിച്ചുള്ള ക്രൈസിസ്, ഫെഡ് എടുക്കുന്ന തീരും, ഫെഡിൻ്റെ റേറ്റ് ഹൈക്ക്, ഇങ്ങനെ 2 റീസൺ നിലനിൽക്കുന്നുണ്ട്. ദെൻ നമ്മളുടെ മൺസൂണിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മൺസൂണിൻ്റെ ഡെപ്ത് എത്രത്തോളം സ്പ്രെഡാണ്, അതുപോലെ മൺസൂൺ അതിശക്തമായി വന്നാൽ എന്തെങ്കിലും കൃഷിനാശങ്ങൾ സംഭവിക്കുമോ, അപ്പോൾ മൺസൂണിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ കുറവിലുപരി അത് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. അതല്ലാതെ മൺസൂൺ കുറയും എന്ന് വിചാരിച്ച് ക്രോപ്പ് കുറയുമെന്നോ ഇൻഫ്ലേഷൻ കൂടുമെന്നോ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇനിയും വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ കൂടുതൽ സ്റ്റഡിയും ഓരോ സ്റ്റേറ്റിൽ മൺസൂൺ വരുന്നതും അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും അതിനെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം കുറച്ച് നെഗറ്റീവ് തന്നെയാണ്. കമ്മിങ് 3 months എന്ന് പറയുന്നത് മാർക്കറ്റിനെ വീണ്ടും ചിലപ്പോൾ ഡൗൺ സൈഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തിൽ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. 8,000 താഴെ പോകാനുള്ള സാധ്യത. ഇപ്പോഴൊരു ക്ലോസിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടൊരു ക്ലോസിംഗ് 8,100 എന്ന് പറയുന്ന ലെവലിലാണ് മാർക്കറ്റ് ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. അതൊരു സപ്പോർട്ട് സോണാണ് 8,100. എഗെയിൻ 8,100 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ പിന്നെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ, അതൊരു മേജർ ബൈയിങ് ഏരിയയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. 7,960, 950 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് സോണാണ്. അത് ശ്രദ്ധിക്കുക. വാല്യുവേഷൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു റിയൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് ഇപ്പോഴത്തെ GDP ഇൻഫ്ലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഗവൺമെൻറ് കൺസിഡർ ചെയ്യുമ്പോൾ 8,000 എന്ന് പറയുന്ന ഒരു വാല്യൂ ബൈയിങ് ലെവലാണ്. ടെക്നിക്കലി 8,100 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. അവിടെയാണ് ക്ലോസിംഗ്. അത് ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ അനദർ 150 പോയിന്റ്സിന് ഡ്രോപ്പ് നമുക്ക് സംഭവിക്കാം. പക്ഷെ അതൊരു വാല്യൂ പിക്ക് ഏരിയയാണ്. ഇൻവെസ്റ്റേഴ്സ് അത് മനസ്സിലാക്കുക. അപ്പർ സൈഡ് വീണ്ടും എല്ലാം പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ഓരോ അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൺസൂണൊക്കെ ബെറ്ററായി വന്നു, ഗവൺമെൻറ് ഏതെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ്, കാരണം GST കുറേയധികം അനൗൺസ്മെൻറ്റ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ കറക്ഷൻ സംഭവിക്കും. പക്ഷേ ഒരു വൺ സൈഡ് റാലിക്കുള്ള സാധ്യത ഇപ്പോഴില്ല. അതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഡൗൺ സൈഡ് മൂവിനുള്ള പോസിബിലിറ്റി ഇപ്പോൾ വളരെ കുറവാണ്. കറണ്ട് ലെവലിൽ നിന്നും ഒരു 150 to 160 പോയിൻറ്റ്സിൻ്റെ ഡൗൺ സൈഡ് റിസ്ക്കാണ് കറണ്ട് ലെവലിൽ നിന്ന് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. പക്ഷേ അപ്പർ സൈഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 600-700 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നല്ല സ്റ്റോക്കുകൾ വളരെ ഡീപ്പ് ഡിസ്കൗണ്ട് വാല്യൂവിൽ അവൈലബിൾ ആണ്. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. മാർക്കറ്റ് വാച്ചിലേക്കും നിരവധി കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. കത്തുകളിലേക്ക് കടക്കാം. അതിനുമുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇലക്കം ലഭിച്ച കത്തുകൾ പരിശോധിക്കാം. ശ്രീ അബ്ദുൽ ഗഫൂറിന്റെ മെയിലാണ് ഏറ്റവും ആദ്യം. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നൽകിയിരിക്കുന്നു. തോമസ് കുക്ക്, സുവൻ ലൈഫ് സയൻസ്, ഹാവൽസ്, മദർസൺ, HSIL, NCC. സ്റ്റോക്കുകൾ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഇതിൽ തോമസ് കുക്ക് സൗണ്ട് ഫണ്ടമെന്റൽ സപ്പോർട്ട് ചെയ്യുന്നു. 225, 204 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 265 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ദെൻ സുവൻ ലൈഫ് സയൻസ് 220 and 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെന്റലി സ്റ്റോക്ക് സൗണ്ട് ആണ്. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. അടുത്ത കറക്ഷനിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 280 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ എനിക്കൊന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ലെവൽ തന്നെയാണ്. പക്ഷേ ആ ലെവലിലേക്ക് വരണമെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ലെവൽ വരാനുള്ള സാധ്യതയുള്ളൂ. ദെൻ ഹാവൽസ് ആണ്. ഹാവൽസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ മാർക്കറ്റിൻ്റെ ക്രാഷിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഫണ്ടമെന്റലി വളരെ സൗണ്ടായിട്ടുള്ള കമ്പനിയാണ്. ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. എഗെയിൻ 265, 240 ലെവലിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചാൽ ആ ഒരു ലെവലിലേക്ക് വരാം. അതൊരു സ്ട്രോങ് ബൈയിങ് ലെവൽ തന്നെയാണ്. 265 and 240 വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. 265 തന്നെ ഒരു വാല്യൂ ബൈയിങ് ലെവലായിട്ട് ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും.
ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മോശമായതുകൊണ്ടാണ് ഇപ്പോഴും ഈ സ്റ്റോക്ക് ഈ ഒരു വാല്യൂവിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. 310 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സെയിം മദേഴ്സ് ആൻഡ് സുമി വളരെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്, ഇൻവെസ്റ്റേഴ്സിന് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 440 ആൻഡ് 380 ലെവലിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. 380 ലെവലിലേക്ക് ഈവൻ 400 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡീപ്പ് ഡിസ്കൗണ്ട് വാല്യൂ ലെവൽ തന്നെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 440 എന്ന് പറയുന്ന ലെവൽ തന്നെ ഒരു ഫെയർ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് വാല്യൂ തന്നെയാണ്. ആ ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരിക. 520 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ HSIL ആണ്, ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 310 ആൻഡ് 260 രണ്ട് സപ്പോർട്ട് ലെവൽ. 420 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് റിലീഫ് റാലി വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് അഗൈൻ റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ദെൻ NCC ആണ് 70 ആൻഡ് 58. ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. 104 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ തോമസ് കുക്ക്, ഹാവൽസ്, മദേഴ്സ് ആൻഡ് സുമി ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. മറ്റ് നിക്ഷേപകർക്കും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ മധു പിള്ളൈ മസ്കറ്റിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മെയിൽ. അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ കാനറ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, IDBI, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയ സെയിൽ, ടാറ്റ സ്റ്റീൽ, ITC അടക്കം ഒരു നീണ്ട പട്ടികയുണ്ട്. മിക്ക സ്റ്റോക്കുകളിലും അദ്ദേഹം ഇപ്പം ലോസിലാണ് എന്ന് പറയുന്നു. സ്റ്റോക്കുകളൊന്നും അത്രത്തോളം ഫണ്ടമെന്റലി സൗണ്ട് അല്ല. പോർട്ട്ഫോളിയോ ഒന്നുകൂടെ റീസ്ട്രക്ചർ ചെയ്യുന്നത് നന്നായിരിക്കും. കുറച്ചുകൂടെ ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്കും അതുപോലെ പോർട്ട്ഫോളിയോ 2-3 സെക്ടർ കൂടെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. നമ്മൾ പലപ്പോഴും മാർക്കറ്റ് വാച്ചിൽ പല സ്റ്റോക്കുകളും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്കും അതുപോലെ തന്നെ 2, 3 അല്ലെങ്കിൽ 4, 5 സെക്ടറിലേക്ക് പോകുന്നത് നന്നായിരിക്കും. ഇതിൽ പബ്ലിക് സെക്ടർ ബാങ്കിൽ കാനറ ബാങ്ക് ആണ്. വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് കാനറ ബാങ്കിൽ സംഭവിച്ചു. 300 കാനറ ബാങ്കിൽ ഓവറോൾ എല്ലാ ബാങ്കിങ് സെക്ടറിലൊക്കെ തന്നെ അത് സംഭവിച്ചു. 300, 270 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 380 ആണ് കാനറ ബാങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ധനലക്ഷ്മി ബാങ്ക് ആണ്. ഇപ്പോഴും സിറ്റുവേഷൻ മോശം തന്നെയാണ് ധനലക്ഷ്മി ബാങ്കിൻ്റെ. അഗൈൻ 30 ആൻഡ് 24 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 44 സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. അദ്ദേഹം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ഇതിൽ IDBI, ഇപ്പോൾ ഈ 3 ബാങ്കിങ്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇപ്പോൾ ഈ 4 ബാങ്ക് എടുത്താലും അത് ഒരിക്കലും ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ നൽകാത്ത 4 ബാങ്കിങ് സ്റ്റോക്കാണ്. അത് കാനറ ബാങ്ക് എടുത്താലും ധനലക്ഷ്മി, IDBI, അതുപോലെ തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. IDBI 60 ആൻഡ് 52 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലാസ്റ്റ് റിസൾട്ട് കുറച്ച് ബെറ്റർ ആയിരുന്നു, എന്നാൽ സ്റ്റോക്കിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ആ ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് മാറുന്നത് നന്നായിരിക്കും. ദെൻ IOB ആണ് 35 ആൻഡ് 27 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 35 ഒക്കെ ഒരു ഡിസ്കൗണ്ട് വാല്യൂ തന്നെയാണ്. പക്ഷേ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ നൽകിയിട്ടില്ല. വളരെ നല്ല ഒരു അപ്പ് മൂവി സ്റ്റോക്ക് ലാസ്റ്റ് 1 ഇയർ ബാക്ക് ഒക്കെ വന്നതാണ്. അതിനുശേഷം വീണ്ടും കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 51 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ആണ്. ഫണ്ടമെന്റലി സൗണ്ട് അല്ല. 20 ആൻഡ് 17 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 17 ലെവൽ വരികയാണ് വീണ്ടും ഒന്നുകൂടി സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. 36 ആണ് ഒരു റെസിസ്റ്റൻസ്. ദെൻ ക്രോംപ്ടൺ ഗ്രീവ്സ് ആണ്. ക്രോംപ്ടൺ ഗ്രീവ്സ് ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അഗൈൻ 155 ലെവൽ വരികയാണ്. ഇദ്ദേഹം ഒന്നുകൂടി ബൈ ചെയ്യുന്നത് നന്നായിരിക്കും. 155 ആൻഡ് 140 രണ്ട് സപ്പോർട്ട് ലെവൽ. 190 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിന്ദുസ്ഥാൻ കോപ്പർ ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. അഗൈൻ 50 ആൻഡ് 38 രണ്ട് സപ്പോർട്ട്. 85 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ 57 ആൻഡ് 50 സ്റ്റീൽ സെക്ടറിലൊക്കെ തന്നെ ലാസ്റ്റ് വീക്ക് ഒരു ഷാർപ്പ് കറക്ഷൻ നേരിട്ടിരുന്നു. ഫ്രൈഡേ ചെറിയൊരു റിലീഫ് റാലി ഉണ്ടായിരുന്നു. അഗൈൻ 50 ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. 85 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീൽ 284 ആൻഡ് 250. ഞാൻ ഈ 284 ആൻഡ് 250 എന്ന് പറയുന്നത് മാർക്കറ്റ് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഗ്ലോബൽ സിറ്റുവേഷൻ അത്രത്തോളം ബെറ്റർ അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റുവേഷനും ഇപ്പോഴും നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ഓവറോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക, ഓൾറെഡി വളരെ ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ സംഭവിച്ചതുകൊണ്ട് ഒരു റിലീഫ് റാലിക്കുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അത് ഞാൻ എപ്പിസോഡിൻ്റെ ആദ്യം പറഞ്ഞ 8100 എന്ന് പറയുന്ന ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്ത് ട്രേഡ് താഴേക്ക് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ബൈ അവോയ്ഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു പുൾ ബാക്കിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതിൽ ടാറ്റ സ്റ്റീലൊക്കെ തന്നെ ചിലപ്പോൾ ഒരു റിക്കവറി കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 340 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ് 340 എന്ന് പറയുന്നത്. ആ ഒരു ലെവൽ വരുമ്പോൾ ലോവർ ലെവൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിക്ഷേപകർക്കത്തിന് 340 ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും.
ദെൻ ITC ആണ്. ITCയുടെ കറക്ഷൻ നെസ്ലെ റിലേറ്റഡ് ആയിട്ടുള്ള കറക്ഷൻ തന്നെയാണ്. FMCG സെക്ടറിലൊക്കെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തു. 290 and 270 ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് ITC. വാല്യുവേഷൻ ഫെയർ ആണ്. വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാം. അത് 290 ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് സോൺ. ഒരു മേജർ ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയുന്ന ലെവൽ 270 ലെവലാണ്. അത് വരികയാണെങ്കിൽ 2 സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. 340 ആണ് സ്റ്റോക്കിൽ ഫോർ ടൈം ബീങ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 340 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ലോവർ ലെവൽ എൻട്രി ചെയ്താൽ തന്നെ എനിക്ക് 340 എക്സിറ്റ് ചെയ്ത് വീണ്ടും ബൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇദ്ദേഹത്തിൻ്റെ ഇതിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് കൂടുതൽ അനൗൺസ്മെൻറ്റുകൾ വരാനിരിക്കുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ വരാനുണ്ട്. റീസ്ട്രക്ചറിങ് വരുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് മാത്രമാണ് ഈ ലാസ്റ്റ് വീക്കിൽ വന്നിരിക്കുന്ന കറക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. 860 and 820 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇനിയത്തെ ഒരു ഡൗൺ സൈഡ് വന്നാൽ തന്നെ 820 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് 860 റിലയൻസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഹോൾഡ് ചെയ്യുന്നുണ്ട്. 980, ഇതിൽ 940 and 980 രണ്ട് ലെവൽ വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം 940 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ 980 ലെവലിലേക്ക് പോകാം. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയായിരിക്കും. ദെൻ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിൽ റിലയൻസ്, ITC, ടാറ്റ സ്റ്റീൽ, ബാക്കി സ്റ്റോക്കുകളൊന്നും അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല. ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമ, IT സെക്ടറിലൊക്കെ കുറച്ച് എക്സ്പോഷർ എടുക്കുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഭുവനേന്ദ്രൻ, ഇനി കത്തുകളിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ബാങ്ക് എക്സിലൊക്കെ ഒരു ഇടിവ് ഉണ്ടായി. RBI പോളിസിക്ക് ശേഷം, മൺസൂൺ മോശമാകുന്ന ശേഷം നമ്മൾ ITC അടക്കമുള്ള FMCGയുടെ കാര്യവും നമ്മൾ പറഞ്ഞു. ഈ റിയാലിറ്റി സെക്ടറിലും ഇതുപോലെ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. എന്താ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം? റിയാലിറ്റിയിൽ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിമാൻഡ്. മേജർ സിറ്റീസിലൊക്കെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഡിമാൻഡ് കുറഞ്ഞു വരുന്നു. ഒരു റീസൺ അത്. 2 ഹ്യൂജ് ഡെറ്റ് ഈ കമ്പനികളെ ഹോൾഡ് ചെയ്യുന്നു. RBI ഗവർണറുടെ പ്രസ്താവന, സ്പീച്ച്, ഇതൊക്കെ തന്നെ നെഗറ്റീവ്. ഓവറോൾ GDP, എക്കണോമി, ഇൻഫ്ലേഷനൊക്കെ കൂടി വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും റിയാലിറ്റി സെക്ടറിനെ ബാധിക്കും. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരേണ്ടത് വളരെ ഒരു അത്യാവശ്യമാണ്. ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ തന്നെ ഒട്ടുമിക്ക കമ്പനികളും ഹ്യൂജ് ഡെറ്റിൽ പോവാണ്. വലിയൊരു ഇൻട്രസ്റ്റ് ബേർഡൻ അവർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കുറവ് വന്നെങ്കിൽ മാത്രമേ ഇവരെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് വരികയുള്ളൂ. അതുപോലെ തന്നെ ടോട്ടലി എക്കണോമി ഒരു ഗ്രോയിങ് സ്റ്റേജിലല്ല എന്നുള്ള കമൻറ്റൊക്കെ തന്നെ. അതുപോലെ ഇപ്പോൾ യൂണിടെക്കിൻ്റെ എടുക്കുകയാണെങ്കിൽ 92% പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ വലിയൊരു ഫോൾ വരുമ്പോൾ മാർജിൻ സെല്ലിങ് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ആ സെക്ടറിനെ നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഡെറ്റ് ഇല്ലാത്ത 2-3 കമ്പനികൾ, ഒബ്രോയ് റിയാലിറ്റി, പ്രസ്റ്റീജ് പോലെയുള്ള കുറച്ച് കമ്പനികൾ മാത്രമേ ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനികളുള്ളൂ. അതിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ തന്നെ പല ബില്ലും കൊണ്ടുവന്നതാണ്. പക്ഷേ അതിലൊന്നും റിവൈവൽ സൈൻ കണ്ടില്ല. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം, റിയൽ ഇക്കണോമിയിൽ ഗ്രോത്ത് വരികയാണെങ്കിൽ മാത്രമേ ഇതിലൊരു ഉണർവ് കാണാൻ സാധിക്കുകയുള്ളൂ. പലരുടെയും ഇപ്പോൾ ഞാൻ പറയില്ല, വലിയൊരു ഡിമാൻഡ് കുറവ് വലിയ മെട്രോ സിറ്റീസിലൊക്കെ വരുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഇവരെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ രീതിയിൽ റിയാലിറ്റി കമ്പനികളിൽ അഡ്വൈസബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ നല്ല സ്റ്റോക്ക്. അതുപോലെ ബാങ്കിങ് ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ JP പോലെയും റിയാലിറ്റി കമ്പനി പോലെയും ഇവരൊക്കെ ഡിഫോൾട്ട് ആകുകയാണെങ്കിൽ നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഒരു ഹ്യൂജ് NPAയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എഫക്റ്റീവായിട്ടുള്ള പല മെഷേഴ്സും എടുക്കേണ്ട സമയം കഴിഞ്ഞ്. ഒരു ഇൻഡസ്ട്രി നശിക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ബാങ്കിനെ അത് എഫക്റ്റ് ചെയ്യും. എത്രയോ ആളുകൾക്ക് തൊഴിൽ പോകും. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് പല കാര്യങ്ങളും, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് നമ്മൾ പറയുമ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിന് പൈസ പോകും. പക്ഷേ അതിലുപരി തൊഴിൽ നഷ്ടപ്പെടുന്നു. ബാങ്കുകൾക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കും. കാരണം യൂണിടെക്കും DLFും JP പോലെയുള്ള കമ്പനികൾ ഹ്യൂജ് ഡെറ്റിലാണ് നിൽക്കുന്നത്. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു വഴി ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാർക്കറ്റ് വാച്ചിന്റെ ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ investment@asianews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.